70കളിൽ മഹാരാഷ്ട്രയിൽ രൂപപ്പെട്ടു വന്ന ദളിത് പാന്ത പ്രസ്ഥാനമുണ്ട്. അമേരിക്കൻ ബ്ലാക്ക് പാന്ത പ്രസ്ഥാനത്തിൽ മാൽക്കം എക്സിൻ്റെയും സ്റ്റോക്ലി കാർമൈക്കിൾ, അതുപോലെ ഹെപ്പി ന്യൂട്ടൺ പോലെയുള്ള ബ്ലാക്ക് അമേരിക്കൻ റവല്യൂഷണറി മൂവ്മെൻറ്റാണ് ബ്ലാക്ക് പാന്തർ. ഈ ബ്ലാക്ക് പാന്തറിൻ്റെ ഇൻഫ്ലുവൻസിലാണ് 70കളിൽ മഹാരാഷ്ട്രയിൽ ദളിത് പാന്തർ ഉണ്ടാകുന്നത്. ഈ പാന്തറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വന്ന കുട്ടികളാണ് RECയിൽ വരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരായി വരുന്നത്. അവരിൽ നിന്ന് ദളിത് ലിറ്ററേച്ചർ കിട്ടും. അത് പുതിയൊരു സംഭവമാണ്. കാരണം ഒരു കാര്യങ്ങളെ ജാതിക്കെതിരായിട്ടുള്ള ഒരു വിമോചന പ്രസ്ഥാനത്തിൻ്റെയും അംബേദ്കർ ആശയങ്ങളെ ശരിയായ തരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതാണ് ഇനി മുന്നോട്ടുള്ള ഒരു ദളിത് യൂത്തിന് അല്ലെ ദളിത് യുവതലമുറയ്ക്ക് അവന് കൂടുതൽ ആത്മവിശ്വാസം തരുന്നതും നമ്മളെ സ്വാശ്രയമാക്കുന്നതും നമ്മുടെ വിമോചനത്തിന് ആശ്രയിക്കാവുന്നതുമായിട്ടുള്ള ഒരു ചിന്താ പദ്ധതി അംബേദ്കറുടെ ചിന്താ പദ്ധതിയാണ് എന്നൊരു ബോധ്യം ഞങ്ങളുടെ ആ ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്നുമാണ് ഞങ്ങൾ 1986 REC വരുന്നത്. ആ വർഷം തന്നെ 1986 ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കൂടിയിരിക്കുകയും അതിൽ ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുത്തു ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ അംബേദ്കറൈറ്റ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ, ASMI എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഞങ്ങൾ 86 REC രൂപം കൊടുത്തു.